ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അഫർമേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ അഫർമേഷൻസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ അത് ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ നിന്നുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പോസിറ്റീവും വളരെ ചെറുതുമായ ഒരു വാചകം പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഐ ആം പവർഫുൾ എന്നുള്ള അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫർമേഷൻ ഉപയോഗിക്കേണ്ടത് 3 ആഴ്ച മുതൽ 3 മാസം വരെയാണ്. അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും അത് നമ്മൾക്ക് നേടിത്തരാനുള്ള ഒരു വഴി കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനായിട്ട് നമ്മളെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ അഫർമേഷൻസ് വർക്ക് ചെയ്യുന്നത്? ഐ ആം പവർഫുൾ, ഞാൻ ശക്തനാണ്, ഞാൻ പവർഫുൾ ആണ് എന്നുള്ള അഫർമേഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടാവണം. എങ്കിൽ മാത്രമല്ലേ അയാൾ പവർഫുൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് ചെയ്യുക? അയാൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബോൾഡായിട്ട് നിന്ന് ആ സാഹചര്യത്തെ നേരിടും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ പവർഫുൾ ആക്കാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ തളർന്നു പോകാതെ, ഞാൻ ഇങ്ങനെ അഫർമേഷൻസ് ഉപയോഗിച്ചതുകൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനി അഫർമേഷൻസ് ഉപയോഗിക്കുന്നില്ല എന്ന് ഗീവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ ആ സാഹചര്യത്തെ നേരിടുക. അങ്ങനെ പവർഫുൾ ആകാനുള്ള ക്വാളിറ്റീസ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക. ഇനി ഐ ആം ബ്യൂട്ടിഫുൾ എന്നാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളെ ബ്യൂട്ടിഫുൾ ആകാൻ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ നിങ്ങൾ ഐ ആം സക്സസ്ഫുൾ എന്ന അഫർമേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളെ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. പിന്നെ ഐ ആം റിച്ച് എന്നുള്ള അഫർമേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളെ റിച്ച് ആക്കാനായിട്ട് സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. അങ്ങനെയാണ് ഈ അഫർമേഷൻസ് നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ എല്ലാ അഫർമേഷൻസും ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇതിന് എല്ലാം വേണ്ട സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് വരികയും നിങ്ങളെ അത് സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.